പാലക്കാട് നഗരത്തിൽ അതിരാവിലെ നമ്മുടെ MP VK ശ്രീകണ്ഠൻ ഇവിടുത്തെ ഒരു സ്ഥാനാർത്ഥിക്ക് വേണ്ടി PV രാജേഷ് എന്ന KPCC സെക്രട്ടറിയാണ്. അദ്ദേഹത്തിന് വേണ്ടിയിട്ട് വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് ആളുകളൊക്കെ കാണുകയാണ്. അപ്പോൾ ഒരു കൗതുകം തോന്നി. MP നേരിട്ട് ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് അതിരാവിലെ ഇറങ്ങുന്നു, ആളുകളെ കണ്ട് സംസാരിക്കുന്നു. അപ്പോൾ അതെന്താണെന്ന് നമുക്ക് അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം. അപ്പോൾ വോട്ടർമാരെയൊക്കെ കണ്ട് സംസാരിക്കുകയാണ്. അദ്ദേഹം KPCC സെക്രട്ടറിയാണ്. അപ്പോൾ അദ്ദേഹത്തിന് വേണ്ടിയിട്ട് 19ാം വാർഡിലേക്കാണ് മത്സരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് വേണ്ടിയിട്ടാണ് വോട്ട് അഭ്യർത്ഥിച്ച് രംഗത്തെത്തുന്നത്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് ഉഷാറാണ്. നിങ്ങൾ ഇത്തവണ മുനിസിപ്പാലിറ്റി പിടിക്കാമെന്ന് തന്നെ ഇറങ്ങിയിരിക്കുകയാണ്. ഞങ്ങൾ ഇത്തവണ മുനിസിപ്പാലിറ്റിയിൽ UDF ഭരിക്കും. ചേച്ചി നമസ്കാരം. അപ്പോഴേ കഴിഞ്ഞ 10 വർഷത്തെ BJPയുടെ ഭരണം ജനവിരുദ്ധ നയങ്ങളുമായി മുന്നോട്ട് പോയി. മാത്രമല്ല അവർക്ക് ഒരു പദ്ധതി നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. യഥാർത്ഥത്തിൽ കേരളത്തിൽ ആദ്യമായിട്ട് BJPക്ക് ഒരു നഗരസഭ കിട്ടിയ പാലക്കാടാണ്. പക്ഷെ അതൊരു മാതൃകാപരമായി പ്രവർത്തിക്കണ്ടേ? ഒരു കൌൺസിൽ യോഗം പോലും നേരെ ചൊവ്വേ നടത്താൻ കഴിഞ്ഞിട്ടില്ല. അവരുടെ ഉള്ളിലെ പ്രശ്നങ്ങൾ തന്നെ കുറെ തിരിച്ചടിയായി. അത് മാത്രമല്ല ഒരു കാര്യത്തിലും ഏക അഭിപ്രായമില്ല, അങ്ങനെയുള്ള കൂടിയാലോചന ഇല്ല. ആദ്യമായിട്ട് കിട്ടിയ ഒരു ഭരണം നല്ല രീതിയിൽ പോകുന്നതിന് പകരം അവർക്കത് ഒന്നും പൂർണ്ണ പരാജയമായിരുന്നു. അഴിമതിയും കുറെ കച്ചവടക്കാരും അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിത്തല്ലും ഒരു യോജിപ്പും ഇല്ലാതെ കൌൺസിലിലെ BJP കൌൺസിലർമാർ ബഹളം വെച്ച് ചെയർപേഴ്സൺ ഇറങ്ങിപ്പോയി. ഒരു ചെയർപേഴ്സൺ കണ്ണീരോടുകൂടിയാണ് ഒരു സന്ദർഭത്തിൽ ഇറങ്ങിപ്പോയത്. ഇതെല്ലാം അതിന്റെ മുമ്പിൽ BJPക്കാരാണ്. അപ്പൊ BJPയിലെ തമ്മിലടി ഈ നഗരത്തിന്റെ വികസന കാര്യത്തിലോ ഇവിടത്തെ ഏതെങ്കിലും ഒരു പദ്ധതിയുടെ കാര്യത്തിലോ അവർക്ക് യോജിച്ച് പ്രവർത്തിക്കാൻ കഴിയില്ല. അത് രാഷ്ട്രീയ പ്രവർത്തനം തന്നെ അവസാനിപ്പിക്കേണ്ടി വന്നു. തീർച്ചയായിട്ടും ജനങ്ങൾ അത് കൃത്യമായിട്ട് വിലയിരുത്തുന്നുണ്ട്. ഇവിടെ മറ്റെല്ലാ വിഷയങ്ങൾക്കും അപ്പുറം അവരുടെ ജനങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. നഗരസഭയ്ക്ക് ഒന്നും ചെയ്യാനില്ല. കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ കൊണ്ടുവന്നു പാതി വഴിയിൽ കിടക്കുകയാണല്ലോ. കേന്ദ്രമന്ത്രിമാർ വന്ന് പാതി വഴിയിലായിട്ടുള്ള കെട്ടിടങ്ങളുടെയും പദ്ധതികളുടെയും ഉദ്ഘാടനം നിർവഹിച്ചു. വിചിത്രമായിട്ടുള്ള പരിപാടിയാണ്. ജനപ്രതിയായിട്ട് എന്നെ പോലും അറിയിച്ചില്ല. കേന്ദ്രാവിഷ്കൃത പദ്ധതിയാ, അത് വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങിയതാ. ഇനിയും അത് പൂർത്തീകരിച്ചില്ല. പൂർത്തീകരിക്കാത്ത പദ്ധതികൾ ആദ്യമായി ഉദ്ഘാടനം ചെയ്തത് പാലക്കാട്, അതും കേന്ദ്രമന്ത്രിമാർ. നിയമവിരുദ്ധമായും ചട്ടവിരുദ്ധമായും പ്രവർത്തിക്കുന്ന ഒരു നഗരസഭയാണ്. അതുകൊണ്ട് ജനങ്ങൾ നേരിട്ട് അനുഭവിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇത്തവണ UDF അധികാരത്തിൽ വരും. ഞങ്ങൾക്ക് വിശാലമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടുണ്ട്, വികസന പദ്ധതികളുണ്ട്. അത് ഞങ്ങൾ ജനങ്ങളുടെ മുമ്പാകെ അവതരിപ്പിക്കും. തീർച്ചയായിട്ടും UDF ജയിക്കും ഇത്തവണ പാലക്കാട്. ഇപ്പൊ വീടുകളിലൊക്കെ കയറുമ്പോൾ കിട്ടുന്ന ഒരു ഫീഡ്ബാക്ക് എന്താണ്? വളരെ നല്ല റെസ്പോൺസാണ്. ഒന്നാമത്തെ കാര്യം, കേരളത്തിലെ ഭരണം കൊണ്ട് ജനങ്ങളാകമെടുത്തു. എല്ലാ മേഖലയിലും തൊഴിലില്ല, വരുമാനമില്ല, സാമൂഹ്യ അരാജകത്വം പാടെയുണ്ട്. വിദ്യാർത്ഥികൾ, അതുപോലെ ചെറുപ്പക്കാർ, ഈ കേരളത്തിൽ ഒരു പ്രതീക്ഷയില്ല. വിലക്കയറ്റം കൊണ്ട് പൊറുതുമുട്ടിയ സാധാരണക്കാരായ ജനങ്ങൾ, തൊഴിലാളികൾക്ക് പലർക്കും കോവിഡിന് ശേഷം ജോലി കിട്ടിയിട്ടില്ല. വീട് കൊടുക്കാമെന്ന് പറഞ്ഞു ഒരാൾക്ക് പോലും വീട് ലൈഫ് പദ്ധതി കൊടുത്തിട്ടില്ല. അങ്ങനെ ആകെ ഒരു അരക്ഷിതമായ അവസ്ഥയാണ്. ഒരു സെക്യൂരിറ്റി ഇല്ലായ്മ ജനങ്ങൾ അനുഭവിക്കുന്നത്. എത്ര സീറ്റ് മുനിസിപ്പാലിറ്റിയിൽ പിടിക്കാൻ പറ്റും എന്നാണ് താങ്കൾ മനസ്സിലാക്കുന്നത്? ഭരിക്കാൻ ആവശ്യമായ ഭൂരിപക്ഷം ഇത്തവണ UDFന് ഒറ്റയ്ക്കുണ്ടാവും. ഞാൻ വിചാരിച്ചതേ, സത്യത്തിൽ ഈ തവണ നിങ്ങൾ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന് ഒരുങ്ങുമ്പോൾ ചിലപ്പോൾ BJPയിലെ ചില കൌൺസിലർമാരെയൊക്കെ കൊണ്ടുവരുന്നൊക്കെ വിചാരിച്ചിരുന്നു. ആ നീക്കങ്ങളൊന്നും ഫലം കണ്ടില്ല. കൊണ്ടുവന്നല്ലോ, നിങ്ങൾ അറിയാഞ്ഞിട്ടാണ്. ഗാന കൃഷ്ണ കഴിഞ്ഞ ടൈമില് BJPയുടെ കൌൺസിലർ എന്ന ആള് BJPയിൽ നിന്ന് രാജിവെച്ച്, ടൈമില് തൊട്ട് മുമ്പത്തെ ടൈമില് അവര് 5 വർഷം കൌൺസിലറായിരുന്നു. BJP ആയിട്ട് അവര് പിണങ്ങി. മാത്രമല്ല അവര് രാജിവെച്ച് ഇപ്പൊ UDF സ്വതന്ത്രമായിട്ട് മത്സരിക്കുക. പ്രധാനപ്പെട്ട മുഖങ്ങളുണ്ടല്ലോ, അപ്പൊ അവരായിട്ട് ഇടഞ്ഞു നിന്ന ആളുകൾ പ്രിയ ജയനുണ്ട്, പ്രമിള ശശിധരനുണ്ട്, അങ്ങനെയുള്ള ആളുകളൊക്കെ ഇനി സമീപ ഭാവിയിലെത്താൻ സാധ്യതയുണ്ട്. അല്ല, അവര് വന്നില്ലെങ്കിലും അവരെ നിരാശപ്പെടുത്തിയ, അവരെ പ്രതിസന്ധിയിലാക്കിയ BJPക്കെതിരായി അവരുടെ അനുഭാവികളും അണികളും ഉറപ്പായിട്ട് ഇത്തവണ UDFന് വോട്ട് ചെയ്യും. ഇപ്പോ രാഹുലിന്റെ വിഷയം സജീവമായി നിൽക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ തിരിച്ചടിയാവുന്നുള്ള ആശങ്കയുണ്ടോ? ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് വരുന്ന ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും അവരെ ബാധിക്കില്ല. കാരണം ജനങ്ങൾ ജീവിക്കണോ, മുന്നോട്ട് പോകാൻ എന്താ വഴി, ആകെ പ്രതിസന്ധിയിലായിരിക്കുക. അതിൽ നിന്നും രക്ഷ നേടാൻ UDF വന്നേ മതിയാകൂ എന്ന് ജനങ്ങൾ ഇങ്ങോട്ട് പറയുകയാണ്. ആളുകൾ ഇതിനെപ്പറ്റി ചോദിക്കുന്നില്ല? ഒരാളും ചോദിച്ചിട്ടില്ല. ഇപ്പൊ ഞാൻ ഏകദേശം 100ഓളം വീട് കയറി കഴിഞ്ഞു. ഞങ്ങളെല്ലാ പ്രവർത്തകരുണ്ട്. ഒരാളും അതിനെപ്പറ്റി ചോദിച്ചില്ല. രാജേഷ് കൊപ്പത്തെ കുട്ടിയാണ്, നമ്മുടെ കുട്ടിയാണ്, നിങ്ങൾ ജയിക്കണം, വരണം, മുനിസിപ്പാലിറ്റി നിങ്ങൾ വരണം എന്ന് പറയുന്ന അമ്മമാരെയും അതുപോലെ തന്നെ വോട്ടർമാരെയാണ് കാണുന്നത്. നിങ്ങൾക്ക് വലിയ ഭൂരിപക്ഷം തന്നു വിജയിപ്പിച്ച ആളുകളല്ലേ, അപ്പൊ അവർക്ക് MLA എവിടെ എന്നുള്ള ഒരു ചോദ്യം അങ്ങേക്ക് അഭിമുഖീകരിക്കേണ്ടി വരുന്നില്ല? ഇല്ല, ഒരിക്കലും. കഴിഞ്ഞ ദിവസം വരെ ലൈവായിരുന്നല്ലോ. ഇപ്പൊ കേസ് വന്ന സ്വാഭാവികമായിട്ടും ജാമ്യം എടുക്കുന്നവരെ ചിലപ്പോൾ ഇവിടെ ഉണ്ടാകില്ല. അതൊന്നും ഈ തെരഞ്ഞെടുപ്പിനെ ബാധിക്കില്ല. കാരണം ജനങ്ങളുടെ ജീവിതം ജനദ്രോഹ ഭരണം കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുകയാണ്. അപ്പൊ അവർക്ക് ഇതിൽ ഒരു റിലീഫ് വേണം. അല്ലാതെ ഒരു വ്യക്തിയുടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള മറ്റു വിഷയങ്ങളോ അല്ല ചർച്ച.
MLA കൊണ്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ജനങ്ങൾക്ക് കിട്ടുന്നുണ്ടോ? ഐ മീൻ MLA എന്നുള്ള നിലയിൽ അയാള് കഴിഞ്ഞ ദിവസം വരെയും പ്രവർത്തിച്ചു വരുന്നുണ്ടോ, എല്ലാ പദ്ധതികളും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ടോ, അതിനൊന്നും ഒരു തടസ്സവും ഇതുവരെ ഉണ്ടായിട്ടില്ല. അത് ഈ തെരഞ്ഞെടുപ്പിൽ ഒരു തരത്തിലും റിഫ്ലക്ട് ഇല്ല, ഒരു കാരണവശാലും അത്തരത്തിലൊരു വിഷയം തെരഞ്ഞെടുപ്പ് ചാനലിലും പത്രത്തിലൊക്കെ വാർത്തയാണ്. പക്ഷെ സാധാരണ ജനങ്ങളുടെ ഇടയിൽ അവരുടെ ജീവിത പ്രശ്നമാണ്. രാഹുല് ജാമ്യാപേക്ഷയിൽ പറഞ്ഞതേ CPM-ഉം BJP-യും കൂടെ ചേർന്നിട്ടുള്ള ഒരു തിരക്കഥയുണ്ട് ഇതിന് പിന്നെ. എനിക്കറിയില്ല, ഞാൻ അതിനെപ്പറ്റി അറിഞ്ഞിട്ടില്ല. എന്തായാലും അങ്ങയുടെ വീട് തെരഞ്ഞെടുപ്പ് തിരക്കിലായതുകൊണ്ട് മറ്റു വിഷയങ്ങളിലേക്കൊന്നും താല്പര്യമില്ല. ഇത്തവണ അവരുടെ കോൺഫിഡൻസ് ഇതാണ്, UDF-ന്റെ ഒരു കോൺഫിഡൻസ്, അവർക്ക് മുനിസിപ്പാലിറ്റി പിടിക്കാൻ പറ്റും എന്നുള്ള വലിയ ആത്മവിശ്വാസം അവർ പങ്കുവെക്കുന്നുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.